Good afternoon. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? S5-ന്റെ ഒരു തീരുമാനമൊന്നും ആവുന്നില്ല. രണ്ടാമതും കൊറോണ കൂടുതലൊക്കെ വന്ന കാരണം എക്സാം പിന്നെയും മാറ്റിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പിന്നീട് നടത്തും, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എക്സാം പിന്നെയും ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാപ്പിൽ നിങ്ങളുടെ S6-ലെ പോർഷൻസ് പെട്ടെന്ന് എടുത്ത് തീർക്കണം. അതായത് എത്രയും, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് S6-ന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ S6 ഒക്കെ കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്ക് ശരിക്കും ജൂൺ ജൂലൈ ഒക്കെ ആയിട്ട് അഡ്മിഷനൊക്കെ എടുത്ത് പോവേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന വലിയ പ്രശ്നം തന്നെയാണത്. ഒരു വർഷം പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എത്രയും വേഗം നമുക്ക് പോർഷൻസ് തീർത്ത് വെക്കുക. കാരണം പെട്ടെന്ന് എക്സാം വരും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും എക്സാം നടത്തി കംപ്ലീറ്റ് ചെയ്യിക്കാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോർഷൻസ് എത്രയും വേഗം തുടങ്ങാം. ഈ എക്സാമിൻ്റെ ചൂടിൽ ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരിക്കുക തീർന്നു പോയേനെ. ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് പിന്നെയും ഈ സബ്ജക്റ്റ് പഠിക്കേണ്ടി വരും നമുക്ക്. എന്തായാലും വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഈ സാഹചര്യം പെട്ടെന്ന് തീർന്നു കിട്ടി എക്സാമൊക്കെ നടത്തി പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനിലാണ് നിന്നിരുന്നത് അല്ലേ? റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പോർഷനിലാണ് നിന്നത്. അതിൽ എർത്ത് റോഡ് കൺസ്ട്രക്ഷനും അതുപോലെ WBM കൺസ്ട്രക്ഷനും നമ്മൾ നോക്കി. ഇനി നമുക്ക് അവിടെ ഉള്ളത് ബിറ്റുമിനസ് പെർമെൻറ്റും അതുപോലെ റിജിഡ് പെർമെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് അവിടെ ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മളത് അവിടെ നിർത്തിയിട്ട് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് മൊഡ്യൂൾ എടുത്തു തരൂ കേട്ടോ. ആ പോർഷൻ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻ നമുക്ക് എടുക്കാം. അതിനു മുൻപ് നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് മൊഡ്യൂൾ റെയിൽവേ എഞ്ചിനീയറിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഓരോ മൊഡ്യൂളും എന്താണ്, അതിലെന്താണ് പഠിക്കുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സിലബസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ മൂന്നാമത്തെ മൊഡ്യൂളിൽ റെയിൽവേനെ പറ്റിയാണ് നമ്മൾ കംപ്ലീറ്റ് പഠിക്കുന്നത്. റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ തന്നെയാണ്. അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ റെയിൽവേയിൽ പഠിക്കാനുള്ളത്. മാത്രമല്ല ഇത് നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് PSCക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ആണ് ഞാൻ സ്ലൈഡുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായത് അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എല്ലാ പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും മിസ്സാക്കിയിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് എളുപ്പം മനസ്സിലാക്കി പഠിക്കാവുന്ന ഒരു ഭാഗമാണ് റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇൻട്രൊഡക്ഷൻ, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് റെയിൽവേസ്, അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റെയിൽവേ ബേസ്ഡ് ഓൺ ഗേജ് ക്ലാസിഫിക്കേഷൻ, ദെൻ പെർമനന്റ് വേ, അതിൽ പെർമനന്റ് വേയിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, ആ കമ്പോണൻസിന്റെ ഫങ്ഷൻസും റിക്വയർമെന്റ്സും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. ദെൻ ലേയിങ് ആൻഡ് മെയിൻ്റനൻസ്, അതായത് നമ്മൾ ഈ പെർമനന്റ് വേ എങ്ങനെയാണ് ഗ്രൗണ്ടിൽ ലേ ചെയ്യുന്നത്. അതായത് പെർമനന്റ് വേ എന്ന് പറയുന്നത് നമ്മളുടെ റെയിൽവേ ട്രാക്കിനെയാണ് നമ്മൾ പെർമനന്റ് വേ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ലേ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പഠിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഡിസ്ക്രിപ്ഷനും അതിൻ്റെ സ്കെച്ചസ് ഒക്കെയാണ് നമുക്ക് ഉണ്ടാവുക. ദെൻ യാർഡ്, സ്റ്റേഷൻ യാർഡ്സ്, ദെൻ സിഗ്നലിംഗ് ആൻഡ് ഇന്റർലോക്കിംഗ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തേർഡ് മൊഡ്യൂൾ റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ തേർഡ് മൊഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എളുപ്പം പഠിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കുറച്ച് പോർഷൻസ്, അതായത് നമ്മുടെ റെയിൽവേ ഗേജ്, റെയിൽവേയുടെ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോയി നോക്കാം. അതായത് കോൺസെപ്റ്റ് ഓഫ് റെയിൽവേ. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ ഗതാഗതത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത്, സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പല മാർഗങ്ങളും സ്വീകരിച്ചിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സമയത്ത് ആദ്യം നടന്നായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ വീൽസ് കണ്ടുപിടിച്ചു. അങ്ങനെ വീൽസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ബുള്ളോ കാർട്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നു അല്ലേ? ആ സമയങ്ങളിൽ നമ്മുടെ മഡ്ഡി ആയിട്ടുള്ള ഏരിയാസിലൂടെ വാഹനം, ഈ
ബുള്ളോക്ക് കാർട്സ് കൊണ്ടുപോകുമ്പോൾ അതിന്റെ വീല് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ, അതിന്റെ വീല് പോകുന്ന വഴിക്ക് കുറച്ച് ഡിപ്രഷൻസ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഓക്കെ, ആ ഡിപ്രഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു, ഈ വാഹനങ്ങൾക്ക് പോകാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തു തുടങ്ങി. ഈ ഡിപ്രഷൻസ് ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ വാഹനങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഡിപ്രഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ സ്റ്റോൺ അതുപോലെ ടിമ്പർ ഒക്കെ വെച്ച് അതിലൂടെ വാഹനം, അതായത് നമ്മുടെ വീല് പോകണമെങ്കിൽ, ഈ ബുള്ളോക്ക് കാർട്സിന്റെ വീല് പോകണമെങ്കിൽ അതിന് ഹാർഡ് ആയിട്ടുള്ള ഒരു സർഫസ് വേണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ ഡിപ്രഷൻ വരുന്ന ഭാഗങ്ങളിൽ അവരെന്ത് ചെയ്തു, സ്റ്റോൺ അതുപോലെ തന്നെ ടിമ്പർ എല്ലാം ലേ ചെയ്തു. അപ്പൊ അങ്ങനെ ടിമ്പറും സ്റ്റോണും ലേ ചെയ്തിട്ട് ഈ രണ്ട് പാത്തിൽ മാത്രം, മനസ്സിലായോ, ഈ ഡിപ്രഷൻ ഉണ്ടായ ഭാഗത്ത് മാത്രം സ്റ്റോണും ടിമ്പറും വെച്ച് ഹാർഡായിട്ടുള്ള ഒരു സർഫസ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റെയിൽവേയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ, ഈ ഒരു ഡിപ്രഷനിൽ നമ്മൾ ടിമ്പറോ സ്റ്റോണോ വെച്ചിട്ടുള്ള ആ ഒരു പാത്തിനെയാണ് നമ്മൾ ക്രീറ്റ് വേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഷോർട്ടായിട്ട് നമ്മളിത് ചോദിക്കുകയാണ്, എന്താണ് നമ്മുടെ റെയിൽവേയുടെ കോൺസെപ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ദാറ്റ് ഈസ് ക്രീറ്റ് വേ. എന്തായിരുന്നു, ഈ ബുള്ളോക്ക് കാർട്സ് പോകുമ്പോൾ അവരുടെ വീല് കണ്ടിന്യൂസ് ആയി പോകുന്ന ഭാഗങ്ങളിൽ ഡിപ്രഷൻസ് ഉണ്ടായി. അപ്പോൾ വാഹനങ്ങൾക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു തുടങ്ങി. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഡിപ്രഷൻസിൽ സ്റ്റോണും അതുപോലെ തന്നെ ടിമ്പറും ഒക്കെ, ഏതെങ്കിലുമൊക്കെ സ്റ്റോണോ ടിമ്പറോ പോലെയുള്ള മെറ്റീരിയൽസ് വെച്ച് ഹാർഡ് സർഫസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഈ ഹാർഡായിട്ടുള്ള സർഫസിനെയാണ് നമ്മൾ ക്രീറ്റ് വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പിന്നീട് എന്തായി മാറിയത്, റെയിൽവേ ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി നമ്മുടെ റെയിൽവേ എഞ്ചിനീയറിംഗിന്റെ ഹിസ്റ്ററി, വേൾഡ് വൈഡ് ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ, നമ്മുടെ ഈ എക്സാമിലെല്ലാം PSC പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലൈഡാണിത്. ഫസ്റ്റ് സ്റ്റീം എഞ്ചിൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് 1769 കണ്ടുപിടിച്ചത്. നിക്കോളാസ് ജോസഫ് കഗ്നോട്ട് എന്ന് പറഞ്ഞ ആളാണ് ഫസ്റ്റ് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്, ഇയർ 1769. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ജോർജ് സ്റ്റീഫൻസൺ. ഈ ജോർജ് സ്റ്റീഫൻസനെയാണ് നമ്മൾ ഫാദർ ഓഫ് റെയിൽവേ എന്ന് പറയുന്നത്. ജോർജ് സ്റ്റീഫൻസനെയാണ് നമ്മൾ ഫാദർ ഓഫ് റെയിൽവേ, ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. PSC ഫാദർ ഓഫ് റെയിൽവേ എന്ന് പറയുന്നത് ജോർജ് സ്റ്റീഫൻസനെയാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1825 സെപ്റ്റംബർ 8 നടന്ന 1825 സെപ്റ്റംബർ 8 അദ്ദേഹത്തിന് ഫസ്റ്റ് ട്രെയിൻ റൺ ചെയ്യാനായിട്ട് സാധിച്ചു, ജോർജ് സ്റ്റീഫൻസിന്. അതുപോലെ 1829 ഒക്ടോബർ 8 അദ്ദേഹം ഒരു ആ സമയത്ത് അവിടെ ഒരു ഇംഗ്ലണ്ടിൽ എവിടെയോ ആയിരുന്നു ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇത്ര യാത്രക്കാരെ ഒരു പർട്ടിക്കുലർ, അതായത് യാത്രക്കാരെയും കയറ്റിക്കൊണ്ട് ആ ഒരു ട്രെയിനിന് ഇത്ര ദൂരം, ഏറ്റവും കൂടുതൽ ദൂരം സക്സസ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുമെങ്കിൽ സക്സസ് ആയിട്ട് റൺ ചെയ്യുക എന്നുള്ളതായിരുന്നു, ആർക്കാണ് അതിന് സാധിക്കുക എന്നതായിരുന്നു ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതുപോലെ. ഓക്കെ, അപ്പൊ ആ കോമ്പറ്റീഷനിൽ നമ്മുടെ ജോർജ് സ്റ്റീഫൻസൺ ആണ് വിൻ ചെയ്തത്. അത് ഇയർ 1829 ഒക്ടോബർ 8 അദ്ദേഹത്തിനായിരുന്നു അതിന്റെ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന് വിൻ ചെയ്തത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം അപ്പോൾ റൺ ചെയ്ത വാഹനത്തിന്റെ പേര്, അദ്ദേഹം ഇട്ടിട്ടുള്ള പേര് ലോക്കോമോട്ടീവ് റോക്കറ്റ് എന്നായിരുന്നു. ഓക്കെ, ലോക്കോമോട്ടീവ് റോക്കറ്റ്. അതിനുശേഷം പിന്നീട് ഇത് യൂസ് ചെയ്യാതെ കുറച്ചു കാലങ്ങളൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കേസാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ കേസ് ഇന്ത്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്നായിരുന്നു ആദ്യമായിട്ട് ട്രെയിൻ റൺ ചെയ്തത് എന്നറിയാവോ? ഇന്ത്യയിലെ ഈ ഇയർ ഓർത്ത് വയ്ക്കുക, 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ റൺ ചെയ്യുന്നത്. 1853 ഏപ്രിൽ 16 അത് മുംബൈ മുതൽ ഥാനെ വരെ ആയിരുന്നു റൺ ചെയ്തത്. മുംബൈ മുതൽ ഥാനെ വരെ 33 കിലോമീറ്റർ ദൂരത്തിലാണ് അത് റൺ ചെയ്തത്. ഓക്കെ, 1853 ഏപ്രിൽ 16 ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് ഈ വർഷത്തിൽ, ഈ ദിവസത്തിലായിരുന്നു. അപ്പൊ ഇതിനെ സൂപ്പർവൈസ് ചെയ്തത് നമ്മൾ ഫാദർ ഓഫ് റെയിൽവേ എന്ന് പറയുന്നത് ജോർജ് സ്റ്റീഫൻസനെയാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ മകനായ റോബർട്ട് സ്റ്റീഫൻസൺ ആയിരുന്നു
നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് ട്രെയിൻ റൺ ചെയ്യുന്ന സമയത്ത് അതിനെ സൂപ്പർവൈസ് ചെയ്തത് റോബർട്ട് സ്റ്റീഫൻസൺ. അത് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഗവർണർ ജനറൽ ഡൽഹൌസിയുടെ കാലഘട്ടത്തിലായിരുന്നു. റോബർട്ട് സ്റ്റീഫൻസിന്റെ നേതൃത്വത്തിൽ 1853 ഏപ്രിൽ 16 മുംബൈ മുതൽ താനെ വരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ റൺ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു അത്രയും സംഭവബഹുലമായ കാര്യമായിരുന്നു ആ ദിവസം നടന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഒരു പബ്ലിക് ഹോളിഡേ കൂടി ആയിരുന്നു. ഓക്കെ, ഇന്ന് നമുക്കത് ആലോചിക്കുമ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? ഒരു പബ്ലിക് ഹോളിഡേ ഒക്കെ വരേണ്ട കാര്യമുണ്ടോ? കാരണം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ കണ്ടുവരുന്നത് എന്താണ്? ഇതുപോലുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളോട് കൂടിയാണ് നമ്മൾ ജനിച്ചു വളർന്നത് തന്നെ. പക്ഷെ അന്ന് കാലത്ത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് പുതിയതായിട്ടാണ് ആ ഒരു കാര്യം അവിടെ പ്രാക്ടിക്കലാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ വിശേഷപ്പെട്ട ദിവസമായിട്ട് തന്നെയാണ് അവരത് അന്ന് ആചരിച്ചിരുന്നത് 1853 ഏപ്രിൽ 16. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ റെയിൽവേ എഞ്ചിനീയറിംഗിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ക്രീറ്റ് വേ ആയിരുന്നു അതിന്റെ റെയിൽവേയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്രീറ്റ് വേ ആയിരുന്നു. അതിനുശേഷം ഇത്രയാണ് ഈ കാര്യം ഈ സ്ലൈഡിൽ പറഞ്ഞതൊക്കെ ആയിരുന്നു അതിന്റെ നമ്മൾ പറയുന്ന ഹിസ്റ്ററി. റെയിൽവേ എഞ്ചിനീയറിംഗിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ദെൻ ഈ പ്രസന്റ് കണ്ടീഷനിൽ നമ്മൾ നമ്മുടെ റെയിൽവേനെ 17 സോൺ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൺസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇന്ത്യ മൊത്തം ഫുൾ കംപ്ലീറ്റ് എന്തുണ്ട്, റെയിൽവേ ട്രാക്കുകളും പെർമനന്റ് വേ ഒക്കെ ഉണ്ട് അല്ലേ? സോ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല പല സോണുകളാക്കി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രസന്റ്ലി 17 എണ്ണമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 എണ്ണം ഇവിടെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഏതൊക്കെ സോണാണ്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതിലെ ഒന്നാമത്തേതാണ് സെൻട്രൽ റെയിൽവേ. ഈ സെൻട്രൽ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ CST ആണ്. സെൻട്രൽ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈ CST. അതുപോലെ ഈസ്റ്റേൺ റെയിൽവേ ആണെന്നുണ്ടെങ്കിൽ കൊൽക്കത്തയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നോർത്തേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി. സദേൺ റെയിൽവേ, ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, സദേൺ റെയിൽവേ അല്ലെ? സദേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചെന്നൈ. നമുക്ക് അറിയാവുന്നതാണ്. സദേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. ദെൻ സദേൺ സെൻട്രൽ സോൺ, അത് സെക്കന്ദരാബാദ് ആണ്. ഓക്കെ, സദേൺ സെൻട്രൽ സോൺ എന്ന് പറയുന്നത് സെക്കന്ദരാബാദ് ആണ്. ദെൻ വെസ്റ്റേൺ ചർച്ച് ഗേറ്റ് മുംബൈ. ഓക്കെ, അപ്പൊ ഇത്രയും 6 സോൺസും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഒന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ നോക്കാം. സെൻട്രൽ റെയിൽവേ ആണെങ്കിൽ മുംബൈ CST, ഈസ്റ്റേൺ റെയിൽവേ ആണെങ്കിൽ കൊൽക്കത്ത, നോർത്തേൺ റെയിൽവേ ആണെങ്കിൽ ന്യൂഡൽഹി, സദേൺ റെയിൽവേയുടേത് ചെന്നൈ, സദേൺ സെൻട്രൽ സോൺ ആണെങ്കിൽ സെക്കന്ദരാബാദ്, ദെൻ വെസ്റ്റേൺ സോൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ചർച്ച് ഗേറ്റ് മുംബൈ. ഓക്കെ, ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ കുറച്ച് അബ്രിവേഷൻസ് ഉണ്ട്. അതായത് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. IRCTC, നമ്മുടെ റെയിൽവേ ട്രെയിൻ എല്ലാം യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ അബ്രിവേഷൻസ് എല്ലാം നിങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. IRCTC എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എന്താണ് IRCTC? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിന്റെ ഷോർട്ടാണ് IRCTC. ദെൻ KRCL എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. ദെൻ ക്രിസ്, ഇതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. CRIS, ക്രിസ്, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇതെല്ലാം നമ്മളിപ്പോ പല ആപ്പുകളായിട്ട് നമുക്ക് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക്. ക്രിസ്, CRIS എന്ന് പറയുന്നത് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. IRCTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. ദെൻ KRCL എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. ക്രിസ് എന്ന് പറയുന്നത് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എന്താ കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കുക. റോളിംഗ് സ്റ്റോക്ക്. റോളിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേയിൽ മൂവ് ചെയ്യുന്ന വെഹിക്കിൾസിനെ എല്ലാം നമ്മൾ പറയുന്നതാണ് റോളിംഗ് സ്റ്റോക്ക്. ട്രെയിനൊക്കെ എന്താണ്, ഒരു റോളിംഗ് സ്റ്റോക്ക് ആണ് നമുക്ക് പറയാം. The vehicles that moves on a railway is known as rolling stock. അപ്പൊ ഈ റോളിംഗ് സ്റ്റോക്കുകളുടെ കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ എന്താണ് നമുക്കൊന്ന് പ്രത്യേകം
എടുത്ത് നോക്കാം. ഒന്നാമത്തേതാണ് ലോക്കോമോട്ടീവ് ഓർ എൻജിൻ. ഓക്കെ, അതായത് എൻജിനെയാണ് നമ്മൾ ദ മെഷീൻ വിച്ച് പ്രൊവൈഡ് എനർജി ഫോർ മോഷൻ. ആ ഒരു പോർഷനാണ് നമ്മുടെ ട്രെയിനിന്റെ എൻജിൻ ഭാഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ലോക്കോമോട്ടീവ് അല്ലെങ്കിൽ എൻജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കോച്ചസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫോർ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ട്രെയിനിൽ ഒഴിച്ചിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ കോച്ചസ് എന്ന് പറയുന്നത്. ഇനി ഗുഡ്സ് കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വാഗൺസ് എന്നാണ് പറയാ. പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന ഭാഗത്തിന് നമ്മൾ കോച്ചസ് എന്നാണ് പറയുന്നതെങ്കിൽ ഗുഡ്സ് കൊണ്ടുപോകുന്ന ഭാഗത്തിന് നമ്മൾ വാഗൺസ് എന്നാണ് പറയുന്നത്. ദെൻ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ കാണാത്തതുമായിട്ടൊരു ഭാഗമാണ് ടെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ടെൻഡർ എന്താന്നൊക്കെ നമ്മുടെ CMNDCയിലൊക്കെ കേട്ടിട്ടായിരിക്കും അല്ലെ. ഇവിടെ ഇപ്പൊ ആ ടെൻഡർ അല്ല, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ പണ്ട് കൽക്കരി യൂസ് ചെയ്തിട്ടൊക്കെയായിരുന്നു നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഫ്യൂവൽ സ്റ്റോർ ചെയ്യാനായിട്ടൊരു പോർഷൻ നമുക്ക് വേണം അല്ലേ. അതായത് ഈ കൽക്കരി തീർന്നു പോരുതല്ലോ. അപ്പൊ ഈ കൽക്കരി സ്റ്റോർ ചെയ്യുന്നത്, അതായത് ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനോട് ചേർന്നുള്ളൊരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഫ്യൂവൽ സ്റ്റോർ ചെയ്യാനായിട്ട്. ആ ഒരു കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് ടെൻഡർ. ഇത് പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല കേട്ടോ. ഫ്യൂവൽ സ്റ്റോറിംഗ് കമ്പാർട്ട്മെന്റ് ജസ്റ്റ് നിയർ ടു ദി എൻജിൻ, അതിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടേംസ് ഓർത്ത് വെക്കുക. ലോക്കോമോട്ടീവ് ഓർ എൻജിൻ എന്ന് പറയുന്നത് എൻജിൻ്റെ ആ പോർഷനെ, കോച്ചസ് എന്ന് പറയുന്നത് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണ്, വാഗൺസ് എന്ന് പറയുന്നത് ഗുഡ്സിന് വേണ്ടിയിട്ടും, ദെൻ ടെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫ്യൂവൽ സ്റ്റോറിംഗ് കമ്പാർട്ട്മെന്റ് ജസ്റ്റ് നിയർ ടു എൻജിൻ, എൻജിനോട് ചേർന്ന് ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് റെയിൽവേ. ഇമ്പോർട്ടൻസ് ഓഫ് റെയിൽവേ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ carry most of the long distance passengers traffic and 80% of total freight, provide employment to a large number of people in the country, carry big chunks of goods from place of production to ports, iron and steel industries based upon railways as they transport raw materials and finished products from one place to another. എന്താന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഒരുപാട് ദൂരത്തേക്ക് ഒരുപാട് പാസഞ്ചേഴ്സിന്, ഇപ്പൊ വേറെ ഏത് ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ആണെങ്കിൽ പോലും അതിൽ ഉൾക്കൊള്ളാവുന്ന ആളുകളുടെ എണ്ണത്തിൽ വളരെ പരിമിതിയുണ്ട് അല്ലെ. പക്ഷെ ട്രെയിനിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ച് നമുക്ക് ദൂരയാത്രകൾക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് റെയിൽവേയിലൂടെ. അതായത് ട്രെയിനിലൂടെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ദൂരെയുള്ള യാത്രകൾക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ റെയിൽവേ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ തന്നെ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് റെയിൽവേ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ഫാക്ടറീസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൽ റെയിൽവേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, റെയിൽവേ ബന്ധപ്പെട്ട് അയൺ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് റോ മെറ്റീരിയൽസിനെ കൊണ്ടുപോകാനും വളരെ ഒരു മിനിറ്റ് ഓക്കെ. അപ്പൊ ഇത്രയാണ് റെയിൽവേയുടെ ഇമ്പോർട്ടൻസ്. ദെൻ നമ്മൾ പെർമനന്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്താണെന്ന് നോക്കുന്നത്. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. പെർമനന്റ് വേ എന്ന് പറയുന്നത് the two rails on which the train move together with sleepers, ballast and fittings is known as permanent way.
അതായത് നമ്മൾ സാധാരണ പറയുന്ന ആ റെയിൽവേ ട്രാക്ക് ഇല്ലേ, ആ റെയിൽവേ ട്രാക്കിനെ നമ്മൾ പറയുന്ന പേരാണ് പെർമനന്റ് വേ. അപ്പൊ റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട്? ട്രെയിൻ മൂവ് ചെയ്യുന്ന റെയിൽസ് ഉണ്ടായിരിക്കും. ഈ റെഡ് കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? റെയിൽസ് ഉണ്ട്. അപ്പൊ റെയിൽസിന്റെ താഴെയായിട്ട് ഒരു യെല്ലോ കളറിൽ, ഇപ്പൊ ഫിഗറിൽ യെല്ലോ കളറിൽ കാണുന്ന സ്ലീപ്പേഴ്സ് ഉണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഫിഗർ ഇല്ലേ, ഈ ഒരു റെയിൽവേ ട്രാക്കിനെയാണ് നമ്മൾ പെർമനന്റ് വേ എന്ന് പറയുന്നത്. അപ്പൊ ഈ പെർമനന്റ് വേയുടെ കമ്പോണൻസ് ആണ് എന്തെന്നൊക്കെ? റെയിൽസ്, യെല്ലോ കളറിൽ കാണുന്ന സ്ലീപ്പേഴ്സ്, ദെൻ ഈ ബല്ലാസ്റ്റ്, ഈ ബ്രോക്കൺ സ്റ്റോൺസിനെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അല്ലെ. റെയിൽവേ ട്രാക്കിൽ ബ്രോക്കൺ സ്റ്റോൺസ് കണ്ടിട്ടില്ലേ? അതിനാണ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ താഴെ സബ് ഗ്രേഡ്. പിന്നെ ഈ റെയിൽസിനെയും സ്ലീപ്പേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഫാസ്റ്റനിങ്സ് അല്ലെങ്കിൽ ഫിറ്റിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതിനെയാണ് പെർമനന്റ് വേ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. പെർമനന്റ് വേ എന്നുള്ളതാണ് ടെക്നിക്കൽ ടേം. അപ്പൊ അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക. ദ ടു റെയിൽസ് ഓൺ വിച്ച് ട്രെയിൻ മൂവ്സ് together with sleepers, ballast and fittings is known as permanent way. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ദെൻ ഇതൊരു റെയിൽവേ ട്രാക്കിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പൊ കമ്പോണൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് റെയിൽസ്. റെയിൽസ് എന്താണെന്ന് മനസ്സിലായോ? ഈ ലോഞ്ചിറ്റ്യൂഡിനായിട്ടുള്ള ഈ പോർഷനില്ലേ, ഇതിനാണ് നമ്മൾ റെയിൽസ് എന്ന് പറയുന്നത്. ദെൻ സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത് ഈ റെയിൽസിന്റെ താഴെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ബീം പോലത്തെ സംഭവങ്ങളില്ലേ, ഇതിനെയാണ് സ്ലീപ്പേഴ്സ് എന്ന് പറയുക. ദെൻ ബല്ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രോക്കൺ സ്റ്റോണുകളെയാണ് ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഫാസ്റ്റനിങ്സ്, അതായത് റെയിൽസിനെയും സ്ലീപ്പേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിറ്റിങ്സ്, അതിനെയാണ് ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോന്നും എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഗുഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഫസ്റ്റ് പോർഷൻസിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം റെയിൽസിനെ പറ്റി നോക്കാം. എന്താണ് റെയിൽസ്? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഗർഡേഴ്സിനെയാണ് നമ്മൾ റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റെയിൽസിന്റെ മുകളിലൂടെയാണ് നമ്മുടെ ട്രെയിനിന്റെ വീല് കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താ റെയിൽ എന്ന് മനസ്സിലായല്ലോ? ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഗർഡേഴ്സിനെയാണ് നമ്മൾ റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ടു പ്രൊവൈഡ് ഹാർഡ് ആൻഡ് സ്മൂത്ത് സർഫേസ്. ഓക്കെ, ട്രെയിനിന് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാർഡും അതുപോലെ സ്മൂത്തും ആയിട്ടുള്ള സർഫസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റെയിൽസിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. Then, in addition to the vertical loads, rail bear lateral stress due to braking and thermal stress. Okay, അപ്പോൾ നമുക്ക് ലാറ്ററൽ വെർട്ടിക്കൽ ലോഡ് കൊണ്ടുള്ള വെർട്ടിക്കൽ ലോഡ് അല്ലാതെ ഇവിടെ ബ്രേക്കിങ്ങും തെർമൽ സ്ട്രെസ്സും കാരണം ഉണ്ടാകുന്ന ലോഡുകളെയും കൂടെ ബിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നത് റെയിൽസ് ആണ്. ഓക്കെ, ടു ട്രാൻസ്മിറ്റ് ദ ലോഡ് ഫ്രം ടു ദി ഫോർമേഷൻ ത്രൂ സ്ലീപ്പേഴ്സ് ആൻഡ് ബല്ലാസ്റ്റ്. അതുപോലെ ട്രെയിനിന്റെ ലോഡ് വരുന്നത് ഏതിലേക്കായിരിക്കും? റെയിൽസിലേക്കായിരിക്കും അല്ലെ. അപ്പൊ ഈ റെയിൽസിലേക്ക് വരുന്ന ആ ലോഡിനെ സ്ലീപ്പേഴ്സിലേക്കും അതിൽ നിന്ന് ബല്ലാസ്റ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെയിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് റെയിൽസിന്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കുന്നത്. റെയിൽസ് ആർ കണ്ടിന്യൂസ് ഗർഡേഴ്സ് വിച്ച് ക്യാരി ആക്സിയൽ ലോഡ്. റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ കാണുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗർഡേഴ്സ് ആണ്. അതാണ് നമ്മുടെ ട്രെയിനിന് ഹാർഡ് സ്മൂത്തും ആയിട്ടുള്ള സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്താണ് ഗേജ് ഡിസ്റ്റൻസ് എന്നുള്ളത്. ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിഗറിനകത്ത് കാണുന്നുണ്ടായിരിക്കും, ഇത് നമ്മുടെ റെയിൽസ് ആണ്. നമ്മൾ ക്രോസ് സെക്ഷണൽ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതാണ് നമ്മുടെ റെയിൽസ് അല്ലേ. റെയിൽവേ ട്രാക്ക് ഇതാണ്, അതിലെ റെയിൽസ് ഇതാണ്. ഇതിന് നമ്മൾ ഇങ്ങനെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മളിവിടെ ലൈൻ സ്കെച്ചിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും എന്താണ്? റെയിൽസ് ആണ്. ഈ രണ്ട് റെയിൽസിന്റെയും ഇന്നർ സർഫസ് തമ്മിലുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, the perpendicular distance between running faces or inner faces of two rails, അതിനെ നമുക്ക് ഗേജ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ ഗേജ് എന്താണെന്ന്? ഒരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കുക, ഇന്നർ ഫേസസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സെന്റർ ടു സെന്ററോ ഔട്ടർ ടു ഔട്ടറോ ഒന്നും അല്ല, ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസ് ആണ്. ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
ടു റെയിൽസ്, രണ്ട് റെയിൽസുകൾ തമ്മിലുള്ള ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിപ്പോവരുത്. ഓക്കെ, അപ്പൊ ഗേജിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഫിഗറിനകത്ത് കാണുന്നുണ്ടായിരിക്കും, ഇതാണ് രണ്ട് റെയിൽസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു റെയിൽസ് ഈസ് നോൺ ആസ് ഗേജ്. ഈ ഗേജിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റെയിൽവേസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് അവിടെ ഉള്ളതെന്നും അതിന്റെ ബ്രിട്ടീഷ് യൂണിറ്റ് അതുപോലെ SI യൂണിറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ വിഡ്ത്ത് എത്രയാണത്, ഗേജ് എത്രയാണെന്നുള്ളത്. അതിൽ ആദ്യത്തേതാണ് വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ്. അപ്പൊ ഈ ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 feet 8.5 inches ആണ്. ഓക്കെ, അതായത് SI സിസ്റ്റത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 1.483 meters. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് 1.483 meters ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ് എന്നാണ് പറയുക. ദെൻ നെക്സ്റ്റ് വൺ ആണ് ബ്രോഡ് ഗേജ്. ബ്രോഡ് ഗേജ് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, ബ്രോഡ് ആണ്, ഒന്നുകൂടെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജിന് 1.483 meters എന്നാണ് പറഞ്ഞത്. ബ്രോഡ് ഗേജിനാകുമ്പോൾ അത് 1.676 meters. ഓക്കെ, 1.676 meters. ഈ ബ്രോഡ് ഗേജിനെയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് ബ്രോഡ് ഗേജിനെയാണ്, അത് 1.676 meters ആണ്. മറ്റേ ഗേജ് എന്ന് പറയുന്നത് വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്, അത് 1.483 meters ആണ്. ഓക്കെ, ദെൻ മീറ്റർ ഗേജ്. മീറ്റർ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 meter ആയിരിക്കും. അപ്പൊ ബ്രിട്ടീഷ് യൂണിറ്റിൽ അത് 3 feet 3.8 inches ആണ് മീറ്റർ ഗേജ്. നമ്മൾ SI യൂണിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. മീറ്റർ ഗേജ് എന്ന് പറയുന്നത് 1 meter. ദെൻ നാരോ ഗേജ് എന്ന് പറയുന്നത് 0.762 meters. ദെൻ ഫീഡർ ഗേജ് അല്ലെങ്കിൽ ഫെൻഡർ ഗേജ്, രണ്ട് പേരും പറഞ്ഞു കേൾക്കാറുണ്ട് കേട്ടോ. അതെന്ന് പറയുന്നത് 0.61. അപ്പൊ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് ഒക്കെ ഉള്ളിടത്താണ് നമ്മൾ ഫീഡർ ഗേജ് അല്ലെങ്കിൽ ഫെൻഡർ ഗേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റെയിൽവേ ബേസ്ഡ് ഓൺ ഗേജ് ഡിസ്റ്റൻസ്. ഗേജ് ഡിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലുള്ള റെയിൽവേ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ് 1.483 meter, ബ്രോഡ് ഗേജ് 1.676 meter, മീറ്റർ ഗേജ് 1 meter, നാരോ ഗേജ് 0.762 meter, ഫീഡർ ഗേജ് അല്ലെങ്കിൽ ഫെൻഡർ ഗേജ് 0.610 meters. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ബ്രോഡ് ഗേജ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഗേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ദെൻ ഇനി നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽ റെയിൽസ് ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് സാധാരണയായി മെറ്റീരിയൽസ് റെയിൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സ്റ്റീലാണ്. സ്റ്റീൽസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സ്റ്റീലാണ്. ഇനി ഷാർപ്പായിട്ടുള്ള കർവും അതുപോലെ തന്നെ ടേൺ ഔട്ട് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിൽ നമ്മൾ സ്റ്റീൽ അലോയ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റീൽ അലോയ്സ് അതിനകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ അലോയ്സ് എന്ന് പറയുന്നത് ഒന്ന് മാംഗനീസ് സ്റ്റീൽ അലോയും അതുപോലെ ക്രോമിയം സ്റ്റീൽ അലോയും ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ സ്റ്റീൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സ്റ്റീൽ തന്നെയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിൽ അതായത് ഷാർപ്പായിട്ടുള്ള കർവ് വരിക, അതുപോലെ ടേൺ ഔട്ട്സ് വരിക, അല്ലെങ്കിൽ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് ഉണ്ടാവുക, അത്തരം പോർഷൻസിൽ നമ്മൾ സ്റ്റീൽ അലോയ്സ് അതായത് മാംഗനീസ് സ്റ്റീൽ അലോയ് അതുപോലെ തന്നെ ക്രോമിയം സ്റ്റീൽ അലോയ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈസ് ഓഫ് റെയിൽ, ഒരു റെയിലിന്റെ സൈസ് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് എന്തിനും ഒരു വിത്ത് യൂണിറ്റോട് കൂടിയാണ് നമ്മൾ പറയുക. ഇപ്പൊ ലെങ്ത് ഒക്കെ ആണെങ്കിൽ ഇത്ര മീറ്റർ ലെങ്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുക. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര കിലോ സാധനം അങ്ങനെയല്ലേ പറയുന്നത്. അതുപോലെ നമ്മൾ ഈ റെയിൽസിന്റെ കേസിൽ നമ്മൾ അവിടെ പറയുന്ന സൈസ്, റെയിൽസിന്റെ സൈസ് എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത്. ഓക്കെ, കിലോഗ്രാം വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ റെയിലിന്റെ സൈസ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഒരു റെയിലിന്റെ സൈസ് എന്ന് പറയുന്നത് വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത്, ആ രീതിയിലാണ് നമ്മൾ റെയിൽസിന്റെ സൈസിനെ സ്പെസിഫൈ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത്, വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത് എന്നുള്ള രീതിയിലാണ് സൈസ് ഓഫ് റെയിൽസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ ആക്സിയൽ ലോഡ് ക്യാരിഡ് ബൈ എ റെയിൽ സെക്ഷൻ ഈസ് 512.06 ടൈംസ് ഓഫ് സൈസ് ഓഫ് റെയിൽ. അതായത് ഒരു റെയിൽ സെക്ഷന് ക്യാരി ചെയ്യാവുന്ന ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ സൈസ് ഓഫ് റെയിലിനേക്കാളും
512.06 ടൈംസ് കൂടുതലാണ് ഒരു സൈസ് ഓഫ് റെയിലിനെ അപേക്ഷിച്ച്. ആ സൈസ് ഓഫ് റെയിലിനേക്കാളും അതിന്റെ 512.06 ടൈംസ് കൂടുതലാണ് നമ്മൾക്ക് അതിൽ ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആക്സിയൽ ലോഡ്, ഒരു റെയിലിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത്. ഇത്രയാണ് റെയിൽസിന്റെ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് നോക്കുന്നത് ഒരു റെയിൽസിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത്തുകളാണ്. ഓക്കെ, അപ്പോൾ അതായത് കിലോഗ്രാം പെർ മീറ്റർ എന്നാണ് നമ്മുടെ സൈസ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റെയിൽസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ബ്രോഡ് ഗേജ് ആണെങ്കിൽ, ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗേജ് ഡിസ്റ്റൻസ് എത്രയാണ്? ബ്രോഡ് ഗേജ് ആണെങ്കിൽ നമ്മുടെ ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.676 ഗേജ് ലെങ്ത് ഉള്ള റെയിൽവേ ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന റെയിൽസിന് നമ്മൾ 12.8 മീറ്റർ ലെങ്ത് ആണ് യൂസ് ചെയ്യുക. അവിടുത്തെ റെയിൽ എന്ന് പറയുന്നത് 12.8 മീറ്റർ ആയിരിക്കും, അതായത് 13 മീറ്റർ. നിങ്ങൾക്ക് ഇത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇതതിന്റെ ലോഞ്ചിറ്റ്യൂഡിലെ വ്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് റെയിൽസ് ആണ്. അപ്പൊ ഇതാണല്ലോ അതിന്റെ ഗേജ്. ഓക്കെ, അപ്പൊ ഇത് ബ്രോഡ് ഗേജ് ആണെങ്കിൽ, ഇത് ബ്രോഡ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ ഈ റെയിൽസ് ത്രൂ ഔട്ട് ലെങ്തിലൊന്നും നമുക്ക് ഗേജസ് ഉണ്ടാവില്ല അല്ലെ? നമ്മൾ കണക്ട് ചെയ്ത് പോവായിരിക്കും അല്ലെ? ഈ രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്തായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ഒരു റെയിലിന്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഗേജ് ലെങ്ത് ഓഫ് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ബ്രോഡ് ഗേജ് ആണെങ്കിൽ 12.8, അപ്പൊ അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 13 മീറ്റർ എന്ന്, അപ്രോക്സിമേറ്റ് 13 മീറ്റർ എന്ന് എടുക്കും. ഇനി മീറ്റർ ഗേജ് ആണെന്നുണ്ടെങ്കിൽ 11.89, അതായത് 12 മീറ്റർ ആണ് സാധാരണ എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ബ്രോഡ് ഗേജ് ആണെങ്കിൽ 13 മീറ്റർ, അതായത് 12.8 ആണ് 13 മീറ്റർ. മീറ്റർ ഗേജ് ആണെങ്കിൽ 11.89, അതായത് 12 മീറ്റർ ആണ് സാധാരണ എടുക്കുന്നത്. ഇതും അറിഞ്ഞിരിക്കുക. ദെൻ നെക്സ്റ്റ് ഒരു ടേം ആണ് റെയിൽ ക്ലോസേഴ്സ്. റെയിൽ ക്ലോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the rail having length less than the standard rail length is called rail closers. ഇപ്പൊ നേരത്തെ നമ്മൾ റെയിൽ സ്റ്റാൻഡേർഡ് ലെങ്ത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് റെയിലിന്റെ ലെങ്ത് ബ്രോഡ് ഗേജ് ആണെങ്കിൽ 13 ആണ്, മീറ്റർ ഗേജ് ആണെങ്കിൽ 12 ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഈ സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് ഇല്ലാത്ത, അതിനേക്കാളും കുറവായിട്ടുള്ള റെയിൽസിനെയാണ് നമ്മൾ റെയിൽ ക്ലോസേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് ഇല്ലാത്ത അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിട്ടുള്ള ലെങ്ത് കുറവായിട്ടുള്ള റെയിൽസിനെയാണ് നമ്മൾ റെയിൽ ക്ലോസേഴ്സ്. ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, റെയിൽ ക്ലോസേഴ്സ് എന്താണെന്നുള്ളത്. Then it should not be used for length less than 5.5 meter. 5.5 മീറ്ററും കുറവുള്ളത് നമ്മൾ യൂസ് ചെയ്യാനും പാടില്ല. ഓക്കെ, റെയിൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 മീറ്ററിലും കുറവായിട്ടുള്ളത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് സ്ലീപ്പർ ഡെൻസിറ്റി. അപ്പൊ എന്തിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് യൂസ് ചെയ്യുന്നത് നോക്കുന്നത് എന്ന് വെച്ചാൽ അത് സ്ലീപ്പർ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ്. സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ റെയിൽ എങ്കിൽ ഇതാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ലെങ്ത് ആയിട്ടുള്ള ഒരു റെയിൽ. അതായത് ഇപ്പൊ ബ്രോഡ് ഗേജ് ആണെന്ന് വിചാരിക്കും. ബ്രോഡ് ഗേജ് ആണെങ്കിൽ ലെങ്ത് എത്രയാണ്? 12 മീറ്റർ ആയിരിക്കും അല്ലെ? 12 ബ്രോഡ് ഗേജ് ആണെങ്കിൽ അത് 13 ആണ്. 12.8 അപ്പൊ 13 മീറ്റർ. ഇത് ബ്രോഡ് ഗേജ് ആണെങ്കിൽ. അപ്പൊ ഇതാണ് ഒരു എന്താ പറയാ, ഒരു റെയിൽ എന്ന് പറയുന്നത്. ഒരു റെയിലിന്റെ ലെങ്ത് 13 മീറ്റർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ് ബ്രോഡ് ഗേജിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടിയിൽ ഇടുന്നതാണ് എന്ത്? സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ലീപ്പേഴ്സിന്റെ ഒരു റെയിൽ ലെങ്ത്തിന് എത്ര സ്ലീപ്പേഴ്സ് വേണം, അതിനെയാണ് നമ്മൾ സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ലെങ്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ലെങ്ത് യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. എന്തൊക്കെയാണ് നോക്കിയത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഫസ്റ്റ് നോക്കിയത് കോൺസെപ്റ്റ് ഓഫ് റെയിൽവേ, ക്രീറ്റ് ആയിരുന്നു. ദെൻ നമ്മൾ കുറച്ച് ഹിസ്റ്ററീസ് നോക്കി. അതിൽ ഇന്ത്യയിലുള്ളത് ഓർത്ത് വയ്ക്കുക. 1853 ഏപ്രിൽ 16 സൂപ്പർവൈസ്ഡ് ബൈ റോബർട്ട് സ്റ്റീഫൻസൺ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡൽഹൌസി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ദെൻ നമ്മുടെ സോണും ഹെഡ് ക്വാർട്ടേഴ്സും, സെൻട്രൽ റെയിൽവേ ആണെങ്കിൽ മുംബൈ CST,
ഈസ്റ്റേൺ ആണെങ്കിൽ കൊൽക്കത്ത, നോർത്തേൺ ആണെങ്കിൽ ന്യൂഡൽഹി, സദേൺ ചെന്നൈ, സദേൺ സെൻട്രൽ ആണെങ്കിൽ സിക്കന്ദരാബാദ്, വെസ്റ്റേൺ ആണെങ്കിൽ ചർച്ച് ഗേറ്റ് മുംബൈ. ദെൻ ഈ അബ്രിവേഷൻസ് അറിഞ്ഞിരിക്കുക. ടേംസ്, ഇമ്പോർട്ടൻസ് ഓഫ് റെയിൽവേ, എന്താണ് പെർമനന്റ് വേ എന്ന് നോക്കി. ദെൻ പെർമനന്റ് വേയിലെ കമ്പോണൻസ് ആണ് റെയിൽസ്, ലേപ്പേഴ്സ്, ബല്ലാസ് ആൻഡ് ഫാസ്റ്റനിങ്സ്. അതിൽ റെയിൽസ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, ഗേജ് ഡിസ്റ്റൻസ്, ഗേജ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ദെൻ മെറ്റീരിയൽസ്, റെയിൽസിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്, അതിന്റെ സൈസ് എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് എന്താണ്, റെയിൽ ക്ലോസേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കി. ഇത്രയും വരെയാണ് ഇന്ന് എടുക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ റെയിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ടൈപ്സ് ഓഫ് റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് എഴുതുക. കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ടും സബ്മിറ്റ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന്റെയും ഇന്നത്തെ ക്ലാസ്സിന്റെയും നോട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.